ഹലോ, എല്ലാ 5ാം ക്ലാസ്സിലെ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സ്കൂളിൽ പോയി അടിപൊളിയായിട്ടാണോ പോകുന്നത്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അതേപോലെ ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഏതാണ്? നമ്മുടെ മാത്സിലെ 1ാമത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്റർ ഏതാണ്? വരകളും വട്ടങ്ങളുമാണ് കേട്ടോ. ചാപ്റ്റർ ഏതാണ്? വരകളും വട്ടങ്ങളുമാണ്. കൂട്ടുകാരെ, നമ്മൾ ക്ലാസ്സിലോട്ട് കിടക്കുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം ചെയ്യണം. നമ്മുടെ ചാനൽ എന്ത് ചെയ്യണം? ഒന്ന് ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വരണം കേട്ടോ. മറന്നു പോകല്ലേ. ബെല്ലും അമർത്തണം കേട്ടോ. ബെല്ലമർത്തിയാൽ മാത്രമേ മിസ്സിടുന്ന ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുള്ളൂ, അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ 1ാമത്തെ പാഠം ഏതാ നോക്കിക്കേ? വരക്കണക്കാണ് കേട്ടോ. 1ാമത്തെ പാഠം ഏതാണ്? വരക്കണക്കാണ്. അപ്പോൾ നമ്മൾ വരക്കണക്കാണ് എന്ത് ചെയ്യുന്നത് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കണേ, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്? 4 ചിത്രങ്ങളെ. 1ാമത്തെ ചിത്രത്തിൽ എന്താണ് നമ്മൾ കാണുന്നത്? ഒരു പാലം കാണുന്നുണ്ട് അല്ലേ? എന്താ കാണുന്നത്? പാലം അല്ലേ? നിങ്ങൾക്ക് പാലാന്ന് മനസ്സിലായോ? പാലമാണ് കാണുന്നത് അല്ലേ? 2ാമത് നമ്മൾ കാണുന്നത് കുത്തബ് മിനാർ ആണ് കേട്ടോ. 2ാമത്തെ ഈ ഒരു പിക്ചറിൽ നമ്മൾ കാണുന്നത് എന്താണ്? കുത്തബ് മിനാർ ആയിരുന്നു അല്ലേ? നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു അല്ലേ? കുറെ പേർക്കെങ്കിലും അറിയാലോ കുത്തബ് മിനാർ ആണെന്ന്. ഇനി അതിൻ്റെ അടുത്ത് എന്തുണ്ട്? ഒരു ഇരുമ്പ് തൂണുമുണ്ട് അല്ലേ? അതിൻ്റെ അടുത്ത് എന്തുണ്ട്? ഒരു ഇരുമ്പ് തൂണും. 3ാമത്തെ ഏതാടാ? ഈ പിക്ചർ ഏതാണ്? പിസാ ഗോപുരമാണ് കേട്ടോ. ഏത് ചിത്രമാണ്? നമ്മുടെ പിസാ ഗോപുരം കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതാണ്? പിസാ ഗോപുരം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇത് ആദ്യം ഇവർ പണിതപ്പം നേരെയായിരുന്നു. എന്നാൽ കാലക്രമേണ ഇതെന്ത് സംഭവിച്ചതാണ്? ചെരിഞ്ഞതാണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത ഏതാടാ? അടുത്തത് ഏതാണ്? അടുത്തത് ഒരു മേശ കൊടുത്തിട്ടുണ്ട് അല്ലേ? മേശയ്ക്ക് എന്താ പ്രത്യേകത? മേശയുടെ കാലുകൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? ചെരിഞ്ഞാണ് ഇരിക്കുന്നത് അല്ലേ? കാലുകൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? ചെരിഞ്ഞാണ്. ഇനി ബാക്കി നമുക്ക് നോക്കിയാലോ, എന്തൊക്കെയാ പറയാനുള്ളതെന്ന്. ചിത്രങ്ങൾ നോക്കിയോ? ചിത്രങ്ങൾ നിങ്ങൾ നോക്കിയോടാ? നോക്കിയില്ലേ? അടുത്തത് കുത്തനെയുള്ള തൂണുകളും ചാഞ്ഞും ചെരിഞ്ഞുമുള്ള താങ്ങുകളും ചേർന്നുണ്ടാക്കിയ പാലം. ശരിയാണല്ലേ? കുത്തനെയുള്ള തൂണുകളുണ്ട്, ചാഞ്ഞും ചെരിഞ്ഞുമുള്ള താങ്ങുകൾ കൊടുത്തുണ്ടാക്കിയ ഒരു പാലം. കുത്തനെ ഉയർന്നു നിൽക്കുന്ന കുത്തബ് മിനാർ ഗോപുരവും ഇരുമ്പ് തൂണും. ശരിയല്ലേ? കുത്തബ് മിനാറും അതേപോലെ ഇരുമ്പ് തൂണും നമ്മൾ കണ്ടു. അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്? കുത്തനെ പണിതുവെങ്കിലും കാലക്രമേണ ചെരിഞ്ഞു പോയ പിസാ ഗോപുരം. ആദ്യം എങ്ങനെയായിരുന്നു പണിതത്? നേരെ കുത്തനെയായിരുന്നു പണിതത്. എന്നാൽ കാലക്രമേണ ഇതിന് എന്ത് സംഭവിച്ചു? ചെരിഞ്ഞു പോയില്ലേ? പിന്നെ അടുത്തത് ചെരിച്ചു വെട്ടിയ പലകയും നിവർന്നും ചെരിഞ്ഞുമുള്ള കാലുകളും ചേർന്നുണ്ടാക്കിയ മേശ. ഇതെല്ലാം നിർമ്മിക്കുന്നതിന് മുന്നേ കൃത്യമായ അളവിൽ വരകൾ വരച്ചുള്ള ചിത്രങ്ങൾ വേണം, പാലമായാലും മേശയായാലും. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പാലത്തിന് എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതേപോലെ മേശയ്ക്കും എന്ത് എടുത്തിട്ടുണ്ട്? ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കും വരച്ചു തുടങ്ങാം. നമുക്കും എന്ത് ചെയ്യാം? വരച്ചു തുടങ്ങാം. ആദ്യം ഒരു ചതുരം വരയ്ക്കാം. ആദ്യം നമുക്ക് എന്ത് വരയ്ക്കാം എന്നാ പറഞ്ഞേക്കുന്നത്? ചതുരം. സ്കെയിൽ ഉപയോഗിച്ച് താഴത്തെ വശം വരയ്ക്കാം. സ്കെയിൽ ഉപയോഗിച്ച് ഏത് വശം വരയ്ക്കാം? താഴത്തെ വശം വരയ്ക്കാം. അപ്പൊ നിങ്ങളുടെ സ്കെയിലിന്റെ ഇതാ ഈ ഒരു അറ്റം കണ്ടോ? മിസ് വരച്ചേക്കുന്ന ഈ ഒരു അറ്റം കണ്ടോ? ഈ അറ്റം കൊണ്ടുപോയിട്ട് ഇതാ ഈ ഒരു പേപ്പറിന്റെ ഈ ഭാഗത്ത് വെക്കുക കേട്ടോ. പേപ്പറിന്റെ ഏകദേശം ഒരു ഈ ഭാഗത്ത് വെക്കുക. കണ്ടല്ലോടാ? ഈ ഭാഗത്ത് നിന്ന് കറക്റ്റ് എത്ര സെന്റിമീറ്റർ എടുത്താൽ മതി? 5 സെന്റിമീറ്റർ എടുക്കുക കേട്ടോ. നേരെ വരയ്ക്കണേ. മിസ് വരച്ചപ്പോൾ കുറച്ച് ചെരിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കണം? കറക്റ്റ് നേരെ വരയ്ക്കണം കേട്ടോ. കറക്റ്റ് ഇവിടുന്ന് ഇങ്ങനെ നേരെ വരയ്ക്കണേ. 5 സെന്റിമീറ്റർ നീളത്തിലെടുക്കുക കേട്ടോ. എത്ര സെന്റിമീറ്റർ നീളത്തിലാണ്? കറക്റ്റ് 5 സെന്റിമീറ്ററേ വരാവുള്ളൂ കേട്ടോ. 5 സെന്റിമീറ്റർ നീളത്തിലെടുക്കുക. ഇനി നെക്സ്റ്റ് അടുത്ത് എന്താ പറയുന്നത്? അടുത്ത് എന്താ പറയുന്നത് നോക്കിയാലോ. ഇനി ഈ വരയുടെ ഒരറ്റത്ത്, അപ്പൊ നമ്മൾ 5 സെന്റിമീറ്റർ വരച്ചല്ലോ. ഫോർ എക്സാമ്പിൾ മിസ് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ ഒരു 5 സെന്റിമീറ്റർ വരച്ചു കേട്ടോ. ഇതിന് 5 സെന്റിമീറ്റർ എഴുതാം. 5 സെന്റിമീറ്റർ വരച്ചു. ഇനി ഈ വരയുടെ ഒരറ്റത്ത് എന്താ ചെയ്യേണ്ടത്? ഈ വരയുടെ ഒരറ്റത്ത് കുത്തനെ 3 സെന്റിമീറ്റർ ഉയരമുള്ള, കുത്തനെ എന്താ ചെയ്യേണ്ടത്? 3 സെന്റിമീറ്റർ ഉയരമുള്ള വര വരയ്ക്കണം. ശരിയല്ലേടാ? ഇവിടെ ആദ്യം നമുക്ക് എത്ര കൊടുത്തിട്ടുണ്ട്? ഇവിടെ മുതൽ ഇവിടെ മുതൽ ഇവിടെ 5 പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയാന്ന് പറഞ്ഞേക്കുന്നത്? 3 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞേക്കുന്നത് അല്ലേ? ഇനി നമ്മളത് വരയ്ക്കാനുള്ള പരിപാടിയാണ്. 3 സെന്റിമീറ്റർ വരയ്ക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അതിന് ജാമിതി പെട്ടിയിലെ ഒരു മട്ടം ഉപയോഗിക്കാം. ജാമിതി പെട്ടിയിൽ എന്ത് ഉപയോഗിക്കാം? മട്ടം. അപ്പം ജാമിതി പെട്ടിയിൽ എന്തുണ്ടാവും? ഇങ്ങനത്തെ മട്ടം എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റ് ഉണ്ടാവും. അതെടുത്തിട്ട് കറക്റ്റ് എവിടെ കൊണ്ടുവെക്കുക? ഈ ഒരു പോയിന്റിൽ കൊണ്ടുവെക്കുക. കണ്ടോ? ഇതേപോലെ അറേഞ്ച് ചെയ്യണം കേട്ടോടാ. ഇതേപോലെ കൊണ്ടുവന്ന് വെക്കണം കേട്ടോ. എന്നിട്ട് ഈ 3 എന്ന് പറയുന്ന പോയിന്റിന് അവിടെ ഒരു മാർക്ക് ചെയ്യുക. എത്രയെന്ന് പറയുന്ന പോയിന്റിന് അവിടെ ഒരു മാർക്ക് ചെയ്യുക. 3 എന്ന് പറയുന്ന പോയിന്റിൽ അവിടെ ജസ്റ്റ് ഒരു കുഞ്ഞ മാർക്ക് കൊടുത്തിട്ട് ഇങ്ങനെ പെൻസിൽ ഉപയോഗിച്ച് ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി കേട്ടോ. ഇപ്പൊ ഇവിടെയാണ് 3 എന്ന് പറയുന്ന പോയിന്റ് വരുന്നതെങ്കിൽ ഇങ്ങനെ അങ്ങ് കണക്ട് ചെയ്യുക.
നെക്സ്റ്റ്, അപ്പോൾ പകുതി ചതുരമായി. ശരിയല്ലടാ, പകുതി ചതുരമായി അല്ലേ. ഇനി താഴത്തെ വരയുടെ മറ്റേ അറ്റത്തും ഇതേപോലെ മട്ടം ഉപയോഗിച്ച് കുത്തനെ ഒരു വര 3 സെന്റിമീറ്റർ ഉയരത്തിൽ വരയ്ക്കുക. ഇനി നമ്മുടെ മട്ടം എവിടെ കൊണ്ടുവെക്കുക? മട്ടം എവിടെ കൊണ്ടുവെക്കേണ്ടത്? ഈ ഭാഗത്തായിട്ട് കൊണ്ടുവെക്കുക. മട്ടം ഈ ഭാഗത്തായിട്ട് കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യാം? 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. പിന്നെന്താ ചെയ്യേണ്ടത്? തമ്മിൽ എന്ത് ചെയ്യാം? തമ്മിൽ കണക്ട് ചെയ്യുക ആണല്ലോ. കുത്തനെ 2 വരകളും മുകളറ്റവും ചേർത്ത് ഒരു വരയും കൂടി വരച്ചാൽ ചതുരമായി. ശരിയല്ലേ? നമ്മൾ എങ്ങനെയായിരുന്നു വരച്ചതെന്നൊന്ന് പറഞ്ഞേടാ. ആദ്യം 5 സെന്റിമീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് വരച്ചു. പിന്നെ മട്ടം ഈ പോയിന്റിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു? 3 അടയാളപ്പെടുത്തി ഇതിനെ കണക്ട് ചെയ്തു. മട്ടം ഈ പോയിന്റിൽ കൊണ്ടുവച്ചിട്ട് 3 അടയാളപ്പെടുത്തി കണക്ട് ചെയ്തു. ദെൻ ഈ 2 പോയിന്റ്സ് കൂടെ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു അല്ലേ. ഒരു സംശയം തോന്നിയില്ലേ? മുകളിലെ വര അളന്ന് വരച്ചതല്ലല്ലോ. അല്ലല്ലോ, അല്ല അല്ലെ. മുകളിലെ വര നമ്മൾ പ്രത്യേകിച്ച് അളന്നൊന്നും വരച്ചില്ല. അത് 5 സെന്റിമീറ്റർ തന്നെ ആകുമോ? അത് എത്ര സെന്റിമീറ്റർ തന്നെ ആകുമോ? 5 സെന്റിമീറ്റർ തന്നെ ആകുമോ എന്നാ ചോദിച്ചേക്കുന്നത് കേട്ടോ. അളന്ന് നോക്കൂ. ഒട്ടും ചെരിയാതെയാണ് ഇടതും വലതുവശം വരച്ചതെങ്കിൽ മുകളിലെ വശവും 5 സെന്റിമീറ്റർ തന്നെ ആവണം. അപ്പൊ നമ്മുടെ വരയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇത് 3 അല്ലേടാ, ഇത് 3 അല്ലേ, ഇത് 5 സെന്റിമീറ്റർ അല്ലേ, ഇത് 5 സെന്റിമീറ്റർ ആണല്ലോ. അപ്പൊ ഈ 3 സെന്റിമീറ്ററും അതേപോലെ ഈ 3 സെന്റിമീറ്ററും ഒട്ടും ചെരിയാതെയാണ് വരച്ചതെങ്കിൽ മുകളില് ഇവിടെ മുതൽ ഇവിടം വരെയുള്ളത് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 5 സെന്റിമീറ്റർ ആയിരിക്കും കേട്ടോ. ഈ ചിത്രം നോക്കുക. ഇടതും വലതും വരകൾ രണ്ടും ചെരിയാതെ കുത്തനെ തന്നെയാണല്ലോ. ശരിയല്ലേ? അപ്പം ഈ ഭാഗത്തുള്ളതും ഈ ഭാഗത്തുള്ള ഈ വരയും ചെരിഞ്ഞിട്ടില്ല, ഈ ഭാഗത്തുള്ള ഇവിടം വരെയുള്ള വരയും ചെരിഞ്ഞിട്ടില്ലല്ലോ. അപ്പം എന്താണ്? കുത്തനെ തന്നെയാണ്. വലത് വരയുടെ കാര്യത്തിൽ അല്പം സംശയം തോന്നിയില്ലേ? അപ്പൊ ഈ വലത് കിടക്കുന്ന വരയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അല്പം സംശയം തോന്നിയോ? തോന്നിയില്ലേ. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ. മട്ടം വെച്ച് നോക്കാം. നമുക്ക് എന്ത് വെച്ച് നോക്കാം? മട്ടം വെച്ച് നോക്കാം. അപ്പൊ മട്ടം വെച്ച് നോക്കിയപ്പോ നോക്കടാ മക്കളെ. എടാ, മട്ടം വെച്ച് നോക്കിയപ്പോൾ ഇതാ ചെറിയൊരു പോർഷൻ ഇവിടെ ബാക്കി കിടപ്പുണ്ട് അല്ലേ. ഇനി മുകളിലെയും താഴെയും വരകളുടെ നീളം അളന്ന് നോക്കൂ. ഇനി എന്താണ്? മുകളിലെയും താഴത്തെയും വരയുടെ നീളം അളന്ന് നോക്കൂ. എങ്ങനെയാണ്? ഇനി മട്ടം വെച്ചൊന്ന് ശരിയാക്കി നമ്മൾ കറക്റ്റ് വരച്ചു കഴിയുമ്പോൾ ഇവിടെ 5 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇവിടെ എത്ര തന്നെ കിട്ടും? 5 സെന്റിമീറ്റർ എന്ന് കിട്ടും കേട്ടോ. ഒരേ നീളമാണോ? ശരിയല്ലേ, ഒരേ നീളമാണ് അല്ലേ. ഇനി മറ്റൊരു ചിത്രം വരയ്ക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞത്? മറ്റൊരു ചിത്രം വരയ്ക്കാം. ആദ്യം ഒരു വര നീട്ടി വരയ്ക്കുക. ആദ്യം ഒരു വര എന്ത് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? നീട്ടി വരയ്ക്കുക. അതിന്റെ ഇടത്തെ അറ്റത്ത് നിന്ന് 5 സെന്റിമീറ്റർ നീളം അളക്കുക. അപ്പൊ ആദ്യം ഒരു വര നിങ്ങളോട് ഇങ്ങനെയാ പറഞ്ഞേക്കുന്നത്. ആദ്യം ഒരു വര നീട്ടി വരയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഇടത്തെ അറ്റത്ത് നിന്നെന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കൈ വെച്ചേക്കുന്ന ഭാഗം ഏകദേശം ഈ ഭാഗത്താണല്ലോ കൈ വെച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ നിന്നല്ല അളക്കേണ്ടത്. ഇവിടെ നിന്നിട്ട് എത്ര സെന്റിമീറ്റർ അളക്കുക? ഒരു 5 സെന്റിമീറ്റർ അളന്നിട്ട് ഒരു കുത്തിടുക. 5 സെന്റിമീറ്റർ അളന്നിട്ട് എന്തിടുക? ഒരു കുത്തിടുക കേട്ടോ. മിസ് ഇത് വായിക്കുകയാണ്. അപ്പം 5 സെന്റിമീറ്റർ അളന്നിട്ട് ഇവിടെ ഒരു കുത്തിട്ടിട്ടുണ്ട് കേട്ടോ. 5 സെന്റിമീറ്റർ അളന്നിട്ട് ഇവിടെ ഒരു കുത്ത് കണ്ടല്ലോടാ. അപ്പൊ ഏത് ഭാഗത്തുനിന്നാ? ഈ ഭാഗത്തുനിന്നാണ് ഈ ഭാഗത്തുനിന്നാണ് അളക്കേണ്ടത്. നെക്സ്റ്റ്, നീളം കണക്ക് 5 സെന്റിമീറ്റർ നീളം കണക്കാക്കുക. ഇനി അടുത്തത്, ഇടത് അറ്റത്ത് നീളം കൂടിയ മട്ടം ചിത്രത്തിലേതുപോലെ വരച്ച് ഒരു വര വരയ്ക്കുക. അപ്പൊ നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ 2 ടൈപ്പ് മട്ടം ഉണ്ടാവും. ഓക്കെ, അതിലൊന്ന് നീളം കുറഞ്ഞതും ഒന്നെന്താണ്? നീളം കൂടിയതുമാണ് കേട്ടോ. അതിൽ ഏതെടുക്കാനാ പറഞ്ഞേക്കുന്നത്? നീളം കൂടിയ മട്ടം എടുക്കാനാ പറഞ്ഞേക്കുന്നത് കേട്ടോ. അങ്ങനെ നീളം കൂടിയുള്ള മട്ടം എടുത്തിട്ട് നമ്മൾ ഇവിടെ നല്ല 5 സെന്റിമീറ്റർ തുടങ്ങി അല്ലെ, ഇവിടെ വരെ 5 സെന്റിമീറ്റർ വരയ്ക്കുക ചെയ്തത് കേട്ടോ. അപ്പൊ നീളം കൂടിയ മട്ടം എടുത്ത് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാനാ പറഞ്ഞേക്കുന്നത്. ഇനി ഈ മട്ടം 5 സെന്റിമീറ്റർ നിരക്കി നീക്കി ആ അറ്റത്തും അതുപോലെ ഒരു വര വരയ്ക്കുക. അപ്പൊ എത്ര സെന്റിമീറ്റർ ആണ്? ഇത് വെച്ചേക്കുന്നത് ഇങ്ങനെയല്ലേ വെച്ചേക്കുന്നടാ അല്ലേ. ഇതേപോലെ അല്ലേ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ 5 സെന്റിമീറ്ററിന്റെ ഈ ഭാഗം എന്ന് പറയുന്നത് കറക്റ്റ് ഈ പോയിന്റിൽ വരുന്ന പോലെ നമ്മൾ താത്തി വെക്കുക. ഓക്കെ, 5 സെന്റിമീറ്ററിന്റെ ഈ പോയിന്റ് എങ്ങനെ വരണം? ഇവിടെ വരണം. 5 സെന്റിമീറ്റർ ഈ പോയിന്റ് ഇവിടെ വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക? താത്തി വെക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു വര വരയ്ക്കുക. ചെരിഞ്ഞ വരകൾ രണ്ടിലും 3 സെന്റിമീറ്റർ നീളം അടയാളപ്പെടുത്തി ബാക്കിയുള്ള വരകൾ മായ്ച്ചു കളയാം. ബാക്കിയുള്ള വരകൾ എന്ത് ചെയ്യാം? മായ്ച്ചു കളയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? എന്നിട്ട് ചെരിഞ്ഞ വരകൾ രണ്ടിലും ഇതില് 3 സെന്റിമീറ്റർ അളന്നെഴുതുക. അതേപോലെ മറ്റെടുത്തും എന്ത് ചെയ്യുക? 3 സെന്റിമീറ്റർ. ഇവിടെ 3 സെന്റിമീറ്റർ അളന്നെഴുതണം, ഇവിടെ 3 സെന്റിമീറ്റർ അളന്നെഴുതണം കേട്ടോ. നെക്സ്റ്റ്
നെക്സ്റ്റ് അടുത്ത് എന്താണ് 3 സെന്റിമീറ്റർ അളന്നിട്ട് ബാക്കിയുള്ള വരകൾ മായ്ച്ചു കളയാം. അപ്പോൾ ഇവിടെ 3 സെന്റിമീറ്റർ വന്നു. ഇതേപോലെ ഇവിടെയും ഒരു വര വരച്ചിട്ട് 3 സെന്റിമീറ്റർ അളക്കുക. എന്നിട്ട് ഈ ബാക്കി കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇതുണ്ടോ, ഈ ബാക്കി കിടക്കുന്ന ആൾക്കാരെ മായ്ച്ചു കളയുക. നെക്സ്റ്റ് അടുത്ത് താഴത്തെ വരയുടെ 5 സെന്റിമീറ്റർ കവിഞ്ഞുള്ള ഭാഗം മായ്ച്ചു കളയുക. 5 സെന്റിമീറ്റർ കവിഞ്ഞുള്ള ഭാഗം എന്ത് ചെയ്യുക, മായ്ച്ചു കളയുക. അപ്പം നമ്മൾ വരച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് എന്ത് ചെയ്തു, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു അല്ലേ. അത് കഴിഞ്ഞിട്ട് ഇതിന് ഇടത് ഭാഗത്തു നിന്ന് 5 സെന്റിമീറ്റർ എടുത്തു, ശരിയല്ലേ. അവിടെ നിന്നിട്ട് നമ്മൾ ആരും ഉപയോഗിച്ചു, വലിയ മട്ടം ഉപയോഗിച്ച് ചെരിഞ്ഞ് 5 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു. അതേപോലെ ഇവിടെയും വലിയ മട്ടം ഉപയോഗിച്ച് ചെരിഞ്ഞൊരു വര വരച്ചു, ശരിയല്ലേടാ. എന്നിട്ട് 3 സെന്റിമീറ്റർ മാത്രം എടുത്തിട്ട് 3 സെന്റിമീറ്ററിന്റെ പോയിന്റിൽ ഇത് വെച്ചു. ബാക്കി ഭാഗം നമ്മൾ എന്ത് ചെയ്തു, ബാക്കി ഭാഗം എന്താ ചെയ്യേണ്ടത്, ബാക്കി ഈ ചെറിയ ഭാഗം മായ്ച്ചു കളഞ്ഞു കേട്ടോ. മിസ് വായിക്കുമ്പോൾ മൊത്തം മാഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. നോക്കട്ടെ, ബാക്കി ഭാഗം എന്ത് ചെയ്തു, ജസ്റ്റ് മായ്ച്ചു. മിസ് വായിക്കുമ്പോൾ മൊത്തം പോകട്ടോടാ. അപ്പോൾ ബാക്കി ഭാഗം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് മായ്ച്ചു കളഞ്ഞാൽ മതി കേട്ടോ. എന്നിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുക. മുകളിലെ വശം അളന്ന് നോക്കൂ, അതും 5 സെന്റിമീറ്റർ തന്നെയല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ വരച്ചു, ഇവിടെ 3 സെന്റിമീറ്റർ എടുത്ത് വരച്ചു. ഇതിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വശം എത്ര സെന്റിമീറ്റർ ആയിരിക്കും, 5 സെന്റിമീറ്റർ തന്നെയായിരിക്കും. എത്ര സെന്റിമീറ്റർ ആയിരിക്കും, 5 സെന്റിമീറ്റർ തന്നെയായിരിക്കും. മട്ടത്തിന്റെ ഇപ്പോൾ ഉപയോഗിച്ച മൂലയ്ക്ക് പകരം മറ്റേ മൂല ഉപയോഗിച്ചാൽ ഇങ്ങനെ ഒരു ചിത്രം കിട്ടും. ഇപ്പം നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച ഭാഗമില്ലേടാ, ഉപയോഗിച്ച ഈ ഭാഗമില്ലേ, ഏത് ഭാഗം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ മട്ടത്തിന്റെ ഏത് ഭാഗം വെച്ചല്ലേ, ഈ ഭാഗം വെച്ചല്ലേ വരച്ചത്, അതിന് പകരം ഈ ഭാഗം വെച്ചിട്ടാണ് വരയ്ക്കുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഭാഗമല്ല, ഈ ഒരു ഭാഗമാണ് വെച്ച് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് പിക്ചർ എങ്ങനെ കിട്ടും, ഇതേപോലെ പിക്ചർ കിട്ടും കേട്ടോ. ഏകദേശം ഈ മൂലം ഇങ്ങനെ ഇരിക്കും, കണ്ടോ, ഇതേപോലെ കുറച്ചുകൂടെ താന്നിട്ടുള്ള പിക്ചർ കിട്ടും. വരച്ചു നോക്കുക. നിങ്ങളോട് എന്താ പറഞ്ഞേക്കുന്നത്, വരച്ചു നോക്കുക. മറ്റേ മട്ടത്തിന്റെ ഒരു മൂല ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യാം. മറ്റേ മട്ടത്തിന്റെയും ഒരു മൂല ഉപയോഗിച്ച്, നമ്മൾ ആദ്യം ഉപയോഗിച്ച ചെറിയ മട്ടത്തിന്റെ ഒരു മൂല ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഇതേപോലെ എന്ത് ചെയ്യാം, ഒരു ആദ്യം ഉപയോഗിച്ച മട്ടം ഇല്ലടാ, അത് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഒരു പിക്ചർ വരയ്ക്കാം. 2 ചിത്രങ്ങളുടെയും മുകൾ വശം അളന്ന് നോക്കൂ, 5 സെന്റിമീറ്റർ തന്നെയാണല്ലോ, ശരിയല്ലേ. നമ്മൾ വരച്ച് കറക്റ്റ് ആണെങ്കിൽ എത്ര സെന്റിമീറ്റർ കിട്ടണം, 5 സെന്റിമീറ്റർ കിട്ടണം കേട്ടോ. മുമ്പ് വരച്ച ചിത്രത്തിൽ വലതുവശം മാത്രം അല്പം ചെരിഞ്ഞപ്പോൾ മുകളിലെ വശത്തിന്റെ നീളം മാറി. ഇപ്പോൾ വരച്ച 3 ചിത്രങ്ങളിലും 2 വശങ്ങളും ചെരിഞ്ഞിട്ടും മുകളിലെ നീളം മാറിയില്ല. ഇരുവശങ്ങളും ഇങ്ങനെ ചെരിഞ്ഞാലും നീളം മാറാതിരിക്കുമോ, മാറാതിരിക്കും അല്ലെ. നമ്മൾ വരയ്ക്കുന്ന കറക്റ്റ് ആണെങ്കിൽ നീളത്തിൽ എന്തുണ്ടാവില്ല, മാറ്റം ഉണ്ടാവില്ല. 5 സെന്റിമീറ്റർ വരയുടെ 2 അറ്റവും മട്ടം വെച്ച് വരച്ചത് ഇങ്ങനെയാണെങ്കിലോ, അപ്പൊ 2 അറ്റവും എന്താണ്, മട്ടം വെച്ച് വരച്ചത് ഇങ്ങനെയാണെങ്കിൽ, ഇതുണ്ടോ കൊടുത്തേക്കുന്നുണ്ടോടാ. ഈ 2 അറ്റവും ചെരിഞ്ഞ വരകളിൽ 3 സെന്റിമീറ്റർ അടയാളപ്പെട്ട് മുകളിലറ്റം ചേർത്ത് വരയ്ക്കുക. ഇത് നോക്കിക്കേടാ, എന്താ വരച്ചേക്കെന്ന് വെച്ചാല് ഒരറ്റം ഇങ്ങനെ 5 സെന്റിമീറ്റർ വരയുടെ 5 സെന്റിമീറ്റർ വരെയുള്ള 2 അറ്റത്തും മട്ടം വെച്ച് വരച്ചു. 5 സെന്റിമീറ്റർ 2 അറ്റത്തും മട്ടം വെച്ച് വരച്ചു. അപ്പോൾ ആദ്യം ഒരു 5 സെന്റിമീറ്റർ വെച്ച്, എന്നിട്ട് ഇവിടെ മട്ടം ഉപയോഗിച്ച് ഒരു 5 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി. നെക്സ്റ്റ് അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്, ഇനി 2 അറ്റത്തെയും ചെരിഞ്ഞ വരകളിൽ 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ 3, ഇവിടെ ഒരു 3 അടയാളപ്പെടുത്തി, ഇവിടെ 3 അടയാളപ്പെടുത്തി, ഇവിടെ കണക്റ്റ് ആക്കി കേട്ടോ. മുകളറ്റങ്ങൾ ചേർത്ത് വരച്ചാലോ, അപ്പം നോക്കിക്കേടാ, മുകളറ്റങ്ങൾ നിങ്ങൾ ഒറ്റയടിക്ക് മനസ്സിലാവും. ഇത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 5 സെന്റിമീറ്റർ ഉണ്ടോ, ഇല്ല, ഒരു 3 ചിലപ്പോൾ കാണായിരിക്കും, അത്രേ പറയാൻ പറ്റുള്ളൂ അല്ലേ. ഇതിന്റെ ഇടതും വലതും വശങ്ങൾ അല്പം കൂടി നീട്ടി വരച്ചാൽ ഇങ്ങനെ ഒരു ത്രികോണമായി അല്ലേ. നോക്കടാ, ഇങ്ങനെ ഒരു ത്രികോണം കിട്ടുമല്ലോ. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 3 സെന്റിമീറ്റർ കുറച്ചുകൂടെ മുകളിലോട്ട് നീട്ടുക, ഈ ഭാഗത്തു നിന്ന് ഇത് കുറച്ചുകൂടെ മുകളിലോട്ട് നീട്ടുക. അപ്പോൾ ഇത് എന്തായിട്ട് മാറിക്കിട്ടി, നമുക്ക് ഒരു ത്രികോണമായിട്ട് മാറിക്കിട്ടി. ത്രികോണത്തിന്റെ ചെരിഞ്ഞ വശങ്ങൾ അളക്കൂ. ഇതിന്റെ സ്കെയിലും മട്ടവും ഉപയോഗിച്ച് ഈ ചിത്രങ്ങൾ വരച്ചു നോക്കൂ. അപ്പോൾ നിങ്ങളോട് എന്തുപയോഗിച്ച് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്, നിങ്ങളുടെ സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് ഒരു 5 സെന്റിമീറ്റർ വരയ്ക്കുക. ദെൻ മട്ടം എടുത്ത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്യുക. മട്ടം എടുത്ത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ത്രികോണം കിട്ടും കേട്ടോ. നെക്സ്റ്റ് അടുത്ത് എന്താടാ, ഓക്കെ, ചാപ്റ്റർ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ ചാപ്റ്റർ എന്ത് ചെയ്യാം, എൻ്റെ കൂട്ടുകാർ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞു കൂട്ടുകാർ കമൻസ് അറിയിക്കണം മിസ്സിനെ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.